നമുക്ക് എങ്ങനെയാണ് ഇന്ന് സ്വാദിഷ്ടമായ ഉപ്മാവ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക് 3 കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1.5 കപ്പ് റോസ്റ്റഡ് റവ, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. നമ്മൾ തയ്യാറാക്കുന്ന പാത്രം ചൂടായ ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് അത് ചൂടായ ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 3 വറ്റൽമുളക് ചേർക്കാം. അതിനുശേഷം കുറച്ച് വേപ്പില, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. അത് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ സവാള എല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രേറ്റഡ് ക്യാരറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ഈ സവാളയിലേക്ക് യോജിപ്പിക്കാം. ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1.5 കപ്പോളം ചൂടുവെള്ളം ഒഴിക്കാം. ഈ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് തിളപ്പിക്കണം. നമുക്ക് ഇതേ സമയം തന്നെ ഈ വെള്ളം ഒഴിച്ചത് ശേഷം നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കാവുന്നതാണ്. ഇച്ചിരി മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ഈ വെള്ളത്തിൽ വേണം. ഉപ്പ് കുറവുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുമ്പോൾ തന്നെ നമ്മൾ അപ്പം തന്നെ സ്റ്റിർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോവും. അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി അപ്പം തന്നെ സ്റ്റിർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഇളക്കി വെള്ളം എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നന്നായിട്ട് യോജിപ്പിക്കുക. ഈ സമയം തന്നെ നമ്മൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കേണ്ടത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുന്നേ ആയി 2 മിനിറ്റ് നമുക്കിതുപോലെ അടച്ചു വയ്ക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അടച്ചു വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. അതാണ് അങ്ങനെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. എൻജോയ്.